കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി UDF-ഉം LDF-ഉം തുറന്ന പോരിൽ. പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF-ന്റെ ഉപവാസ സമരം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് CPIM-ന്റെ പ്രതിഷേധ മാർച്ച്. ആകാശപാത ജീവന് ഭീഷണിയെന്ന് കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ആകാശപാത പൊളിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞതോടെയാണ് രാഷ്ട്രീയ പോര രൂക്ഷമായത്. എതിർപ്പു നയിച്ച UDF ആദ്യഘട്ട സമരം എന്ന നിലയിലാണ് ഏകദിന ഉപവാസം നടത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. CPM-ന് എന്നാണ് ഈ സമരത്തോട് ഇത്ര വലിയ അലർജി? സമരത്തിലൂടെ വളർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലേ? അപ്പൊ ആളുകൾ സമരം ചെയ്യുന്നതിന് വരെ എതിരായി. അതാണ് CPM-ന്റെ ജീർണത. അതാണ് ഈ വലിയ തിരിച്ചടി കിട്ടുന്നത്. സമരം പോലും ശരിയല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ആകാശപാത പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട CPM വൈകിട്ട് പ്രതിഷേധ മാർച്ചും നടത്തി. UDF സമരം നടക്കുന്നതിനാൽ ആകാശപാതയ്ക്ക് സമീപത്തേക്ക് മാർച്ച് കടത്തിവിട്ടില്ല. UDF സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് CPIM ആരോപിച്ചു. UDF-നും LDF-നും പണം തട്ടാനുള്ള പദ്ധതിയാണ് ആകാശപാതയെന്ന് BJP. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്കുക എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും, പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. ആകാശപാത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കോട്ടയം നഗരസഭാ സെക്രട്ടറിയെയും എതിർകക്ഷിയാക്കിയാണ് പരാതി. സമരങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ ആകാശപാത പൊളിക്കുമോ പണിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കോട്ടയത്തുള്ളവർ. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.